ഒരു യാത്ര റസൂള്ള പോവുകയാണെങ്കിൽ അവസാനം ഫാത്തിമ ബിയുടെ വീട്ടിൽ പോകും. അവിടുന്ന് പുറപ്പെടുക. അല്ലാഹ് അതാണ് റസൂള്ള. വേറെ മക്കളുണ്ട്, ഭാര്യമാരുണ്ട്. ശരി, വഴിക്ക് പോവുകയാണെങ്കിൽ അവസാനം റസൂള്ള എവിടെ പോകും? ഫാത്തിമ അവിടുന്ന് പുറപ്പെടും. റസൂള്ള മുന്നിട്ട് വന്നാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് കണ്ടിട്ട് അല്ലാതെ വേറെ ആൾക്ക് കാണാൻ സമ്മതം ഉണ്ടാവില്ല. ആദ്യം കാണേണ്ടത് ഫാത്തിമയായിരിക്കും റളിയല്ലാഹു അൻഹ. അത്ര വലിയ സ്ഥാന റസൂലുള്ളാഹിക്ക്. ഒരു യാത്ര കഴിഞ്ഞ റസൂലുള്ള വന്നാൽ ഭാര്യമാരൊന്നും അല്ല, ആദ്യം കാണേണ്ടത് ആരാണ്? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറു അഹ്ദിഹി ബിഫാത്തിമ വഇദാ റജഅ കാന അവ്വലു അഹ്ദിഹി ബിഫാത്തിമ. അതായിരുന്നു നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു രീതി. സുബാൻ വേറൊരു ഹദീസ്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട മുസ്തദ്റക് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. كان النبي صلى الله عليه وسلم إذا سافر آخر عهده بإنسان من أهله فاطمة وإن أول ما يدخلها ويسلم إذا قدم فاطمة. അവസാനം പോയി ഫാത്തിമ ബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ വന്നാൽ ആദ്യം ഫാത്തിമ ബിബി കാണണം, വേറെ ഒരാൾക്ക് കാണാൻ സമ്മതമില്ല. ആദ്യം കാണേണ്ടത് ഫാത്തിമ ബിബിയാണ്. ഖദിമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മിൻ ഗസാത്തിൽ ലഹൂദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഫഅതാഹ, അങ്ങനെ ഫാത്തിമ ബിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഫാത്തിമ ബിയുടെ വീട്ടിന്റെ വാതിൽക്കൽ ഒരു വിരി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ആ വിരി റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വല്ലല്ലാഹു ഒരു വിരി തൂക്കിയിട്ടുണ്ട്. വാതിലിന്റെ പുറമെ എന്തുണ്ട്? ഒരു വിരിയുണ്ട്. വെള്ളിയുടെ വളയിട്ടിട്ട് വെള്ളിയുടെ വള അണിഞ്ഞിട്ട് കളിക്കുന്നുണ്ട്. ആര്? ഹസനും ഹുസൈൻ. വന്നിട്ട് വീട്ടിൽ കയറാതെ റസൂൽ തിരിച്ചുപോയി. വാതിലിന്മേൽ എന്തും ഉണ്ട്, വിരിയുണ്ട്. കുട്ടികളുടെ കയ്യിൽ വെള്ളിയുടെ വളയുണ്ട്. റസൂൽ വീട്ടിൽ കയറിയില്ല, തിരിച്ചുപോയി. ഫാത്തിമ ഈ വിഷയം ഫാത്തിമ കണ്ടപ്പോൾ ഫാത്തിമക്ക് മനസ്സിലായി. ഈ കാരണം കൊണ്ടായിരിക്കാം റസൂലുള്ളാഹ് തിരിച്ചുപോയത്. വീട്ടിൽ കയറിയില്ല, വാതിൽക്കലോളം വന്നു, തിരിച്ചുപോയി. കുട്ടികളെ കണ്ടു, തിരിച്ചുപോയി. ഫഹതഖത്തിസിത്ര, അപ്പോഴത്തിന് അവരെ വിരിപ്പ്, ആ വിരി വലിച്ചെടുത്തു. കുട്ടികളെ കയ്യിൽ നിന്ന് ആ വളയും ഊരിയെടുത്തു. ഫഖതഅഹുമ, അതിനെ പൊട്ടിച്ചു കളഞ്ഞു. എന്തിനെ? ഈ വള പൊട്ടിച്ച്. ഫബകസ്ബിയാനും, കുട്ടികള് കരയാൻ തുടങ്ങി. വഅർസൽത ബിദാലിക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഒരാളെ പറഞ്ഞയച്ചു. തന്നെ കുട്ടികളെ കയ്യിൽ നിന്ന് എടുത്ത് പൊട്ടിച്ചിട്ട് ആ വള റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കൊടുത്തയച്ചു. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ. ഫഖാല റസൂലുള്ളാഹ്, ആ വള റസൂലുള്ളാഹിന്റെ അടുത്തെത്തിയപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു, ഹൗലായി അഹ്ലു ബൈത്തി, ഇതിന്റെ കുടുംബാണ്. വലാ ഉഹിബ്ബു അൻ യഅകുലു ത്വയ്യിബാതിഹിം ഹയാതഹുമു ദുനിയ, അവർ ചെയ്യുന്ന നന്മയെല്ലാം ദുനിയാവ് തിന്നു പോകുന്നത് എനിക്ക് വിഷമമാണ്, അതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പുണ്യ റസൂൽ. അവർ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം കിട്ടുന്നത് ദുനിയാവിലല്ല, ആഖിറത്തിൽ. അവർ ദുനിയാവിന് അവരെ നന്മ ദുനിയാവ് തിന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിത് കണ്ടപ്പോൾ തിരിച്ചു വന്നതാണ് ഹബീബായ റസൂലുള്ളാഹി എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു മിൻ തഖ്ബീലി ഫാത്തിമ, ഫാത്തിമയെ എപ്പോഴും ചുംബിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറക്കെ റസൂലുള്ളാഹി, നബിയെ എപ്പോഴും ഫാത്തിമയെ ചുംബിക്കുന്നത് ഞാൻ കാണുന്നല്ലോ നബിയെ എന്ന്. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ എന്നോട് പറഞ്ഞു, ആയിഷ ഇദാ ഇഷ്തഖ്തു ഇലാ റായിഹത്തിൽ ജന്ന ഖബ്ബൽതുഹ, ഞാൻ സ്വർഗത്തിന്റെ വാസന അനുഭവിക്കാൻ എനിക്ക് പലപ്പോഴും പൂതിയാവും, അപ്പോൾ ഞാൻ ഫാത്തിമയെ ചുംബിക്കുകയാണ് ചെയ്യാറുള്ളത് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു. ഇമാം ഹാക്കിം തങ്ങൾ തന്റെ മുസ്തദ്റക്കിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുക. ഞാൻ എനിക്ക് സ്വർഗത്തിന്റെ വാസന കിട്ടണമെന്ന് ആഗ്രഹമായാൽ ഞാൻ എന്ത് ചെയ്യും? ഫാത്തിമയെ ചുംബിക്കും റളിയല്ലാഹു അൻഹ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പണ്ടൊരിക്കൽ, സ്വർഗത്തിലെ പഴങ്ങളെല്ലാം കൂട്ടിയാൽ അതിന്റെ വാസനയാണ് ആരുടെ വാസന? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ തിർമിദി രേഖപ്പെടുത്തിയ വേറെ ഹദീസ്. ഫാത്തിമ ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബി അന്നഹ സുഇലത്ത് ഫാത്തിമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു. ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു, എന്ത്? അയ്യുന്നാസി കാന ഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് ആരായിരുന്നു? ഒരിക്കൽ ആയിഷ ബീവിയോട് ഒരാൾ ചോദിച്ചു, എന്ത്?
അയ്യുന്നാസി കാന അഹബ്ബ ഇലാ റസൂലില്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഹബീബായ നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരായിരുന്നു? പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാലത്ത്. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഫാത്തിമ, ഹബീബായ നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ഫാത്തിമ. ആയിഷ ബീവി പറയാണ്, ഹബീബായ നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ഫാത്തിമയാണ്. ഫഖീല, അപ്പോൾ അടുത്ത ചോദ്യം ഒരാൾ ചോദിച്ചു, മിനൽ റിജാലി, ആണുങ്ങളിലോ? കാലത്ത് അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, സൗജുഹാ, ഫാത്തിമയുടെ ഭർത്താവുമാണ്. പെണ്ണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം ഫാത്തിമ ബീവിയോടാണ്. ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം ഫാത്തിമ ബീവിയുടെ ഭർത്താവായ അലി ബിൻ അബി ത്വാലിബിനോടാണ് റളിയല്ലാഹു അൻഹുമാ എന്ന് ഈ ഹദീസ് ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹാക്കിം മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നസായി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ ഹദീസ് കാണാം. റളിയല്ലാഹു അൻഹും عن علي بن عمر بن علي عن جعفر بن محمد عن أبيه عن جده عن الحسن بن علي عن علي بن أبي طالب رضي الله عنه إن النبي صلى الله عليه وسلم قال لفاطمة، فاطمة بيبيود حبيبة نبي പറഞ്ഞു, إن الله يغضب لغضبك يا فاطمة, നിനക്ക് ദേഷ്യം വന്നാൽ അള്ളാഹ്ക്കും ദേഷ്യം വരും ഫാത്തിമ. നിനക്ക് ദേഷ്യം വന്നാൽ അള്ളാഹ്ക്കും ദേഷ്യം വരും ഫാത്തിമ എന്ന് പുണ്യ റസൂൽ മുസ്തഫ ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്ന വേറൊരു ഹദീസ് നൂറുൽ അബ്സാറിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? സാദാത്തു നിസാഇ അഹ്ലിൽ ജന്ന അർബഉൻ, പെണ്ണുങ്ങളിൽ നേതൃസ്ഥാനത്തുള്ള പെണ്ണുങ്ങൾ 4 എണ്ണമാണ്. ഫാത്തിമ വ മറിയം വ ഖദീജ വ ആസിയ, 4 പെണ്ണുങ്ങളാണ്. ലോകത്തെ പെണ്ണുങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളത് 4 പെണ്ണുങ്ങളാണ്. ഒന്ന് ഫാത്തിമ, ഒന്ന് മറിയം, ഒന്ന് ഖദീജ, ഒന്ന് ആസിയ. ഇതാണ് 4 സ്ത്രീകളുണ്ട്. അവരാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകൾ. 4 ആളുകളാണ്. 1 നബിയുടെ മോളാണ്, 3 നബിയുടെ ഭാര്യമാരാണ്. ഒന്ന് ദുനിയാവിലും ആഖിറത്തിലും ഭാര്യ ഖദീജ, പരലോകത്തെ ഭാര്യ ആസിയ ബീവിയും മറിയം ബീവിയും എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അർബഉ നിസ്വാത്തിൻ 4 പെണ്ണുങ്ങളുണ്ട്. സാദാത്തു ആലമീൻ, അവരുടെ ലോകത്ത് അവരാണ് ഏറ്റവും സ്ഥാനമുള്ളവർ. അവരാണ് ഏതൊക്കെയാ 4? ഒന്ന് മറിയം ഇബ്നത്ത് ഇമ്രാൻ, ആസിയ ബിൻത് മുസാഹിം, ഖദീജ ബിൻത് ഖുവൈലിദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ്. അഫ്ളലുഹുന്ന ഫാത്തിമ, അതിൽ ഏറ്റവും സ്ഥാനമുള്ള ആൾ ഫാത്തിമ ബീവിയാണ്. ഇമാം സയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിലെ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല? 4ൽ സ്ഥാനം ആർക്കാണ്? ഫാത്തിമാക്കാണ് റളിയല്ലാഹു അൻഹാ. കേറിയിരിക്ക് 4 പെണ്ണുങ്ങൾ. 4 പെണ്ണുങ്ങൾ പിന്നെ എന്താ പറയാ, പിന്നെ എന്താ പറയാ, ഉലുൽ അസ്മ 5 ആളുകളാണല്ലോ. അതിലൊരു നേതാവുണ്ടല്ലോ. ലോകത്തിന്റെ നേതാക്കൾ 5 ആളുകളാണ്. അതിലൊരു നേതാവുണ്ടല്ലോ മുഹമ്മദ് മുസ്തഫ. പിന്നെ അതേപോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകൾ 4 എണ്ണമാണ്. അതിൽ അഫ്ളലുഹുന്ന, അതിൽ ഏറ്റവും അഫ്ളലായ സ്ത്രീ ഫാത്തിമ ബിൻത് മുഹമ്മദ് ആണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ സംശയം വേണ്ടല്ലോ. മറിയം ബീവി എന്ന് പറഞ്ഞാല് മഹദി തന്നെയാണ്. പക്ഷെ മറിയം ബീവി മഹദി ആണെങ്കിൽ പോലും അവര് ബനു ഇസ്രായേലിലെ ആ തറവാട്ടുകാരിയാണ്. അത് ഇസ്ഹാഖി പരമ്പരയാണ്. അതിനേക്കാൾ അഫ്ളലായ പരമ്പരയാണ് എന്ത്? ഇസ്മായിലി പരമ്പര. ആ പരമ്പരയിലാണ് മുത്ത് റസൂൽ വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരമ്പര, ഇസ്ഹാഖി പരമ്പര തൗഹീദ് നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. മുഹമ്മദ് ഇസ്മായിലി പരമ്പര ഖിയാമത്ത് നാൾ വരെ തൗഹീദിനെ നിലനിർത്തുന്നവരാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ഒരുപാട് തെളിവ് ഇനിയും പറയാൻ കഴിയും, ഒരുപാട് തെളിവ് പറയാൻ കഴിയും എന്ന് عن عائشة رضي الله عنها قالت كنا أزواج النبي صلى الله عليه وسلم عنده, ഞങ്ങൾ ഭാര്യമാരെല്ലാം ഒരിക്കൽ നബിയുടെ അടുത്ത് കൂടിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഭാര്യമാരെല്ലാം ഉണ്ട്. فأقبلت فاطمة, അപ്പോഴാണ് ഫാത്തിമ ബീവി വന്നത്. മാ തഖ്ഫ മശിയത്തുഹാ മിൻ മശിയത്തി റസൂലില്ലാഹ്, ആ നടത്തം കാണുന്നവരൊക്കെ നോക്കിപ്പോ. മിൻ മശിയത്തി റസൂലില്ലാഹ്, ആര് നടക്കുന്നത് പോലെ തന്നെ നടക്കുമ്പോൾ തന്നെയാണ് ഫാത്തിമ ബീവി നടക്കുന്നത് റളിയല്ലാഹു അൻഹ. ഫലമ്മ റആഹ, ഫാത്തിമ ബീവിയെ കണ്ടപ്പോൾ ഖാല റസൂലുള്ളാഹ്, ഭാര്യമാരെ കൂടെ ഇരിക്കുകയാണ് ആര്? റസൂൽ. അപ്പോഴാണ് ഫാത്തിമ വന്ന് റളിയല്ലാഹു അൻഹ, റസൂൽ മർഹബ ബിബിനതി, എൻ്റെ മോൾക്ക് സ്വാഗതം, എൻ്റെ മോൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹ് അടുത്ത് പിടിച്ചിരുത്തി. ആരെ? ഫാത്തിമ ബീവി. പിന്നെ എന്തോ ഞങ്ങളൊക്കെ ഇരിക്കുന്നതിന്റെ നടുവിൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഇരുത്തി. ആരെ? ഫാത്തിമയെ. പിന്നെ എന്തോ ഒരു സിർ, എന്തോ ഒരു രഹസ്യം ഞങ്ങളാരും കേൾക്കാതെ
ഫാത്തിമയോട് ഫബക്കത്ത്. അപ്പോൾ ഫാത്തിമ കരയാൻ തുടങ്ങി. റളിയല്ലാഹു അൻഹ. ബുകാഅൻ ശദീദ, പൊട്ടി പൊട്ടി കരഞ്ഞു. ഫലമ്മ റഅ ജസ്അഹ സറഹ സാനിയ. ഫാത്തിമ ബിയുടെ വിഷമവും ദുഃഖവും ഒക്കെ കണ്ട റസൂലുള്ളാഹി വേറൊരു രഹസ്യം കൂടെ അവരോട് പറഞ്ഞു. ഫൈദാ ഹിയ തളഹഖു. അപ്പോൾ അവർ ചിരിക്കാൻ തുടങ്ങി. റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബി വന്നു, അടുത്തിരുത്തി. ഞങ്ങൾ ഭാര്യമാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു ഘട്ട. അപ്പോൾ പിന്നെ എന്തോ ഒരു രഹസ്യം പറഞ്ഞു. അപ്പോൾ ഫാത്തിമ ബീവി ബുകാഅൻ ശദീദൻ, പൊട്ടി പൊട്ടി ഭയങ്കര കരച്ചിൽ. പിന്നെ റസൂലുള്ളാഹി രണ്ടാമത്തെ രഹസ്യം കൂടെ പറഞ്ഞു. ഫളഹഖത്ത്. അപ്പോൾ ഫാത്തിമ ചിരിച്ചു. റളിയല്ലാഹു അൻഹ. ഫലമ്മാ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി മജ്ലിസിൽ നിന്ന് എണീറ്റ് പോയപ്പോൾ ഞങ്ങളെല്ലാം, ഞാൻ ചോദിച്ചു, ആയിഷ ബീവി പറയാം, ഞാൻ ചോദിച്ചു, അമ്മ സാറക്ക് റസൂലുള്ളാഹി, എൻ്റെ ഫാത്തിമ നിങ്ങളോട് എൻ്റെ റസൂലുള്ളാഹി സ്വകാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ആയിഷ ബീവി പറയാം, ഞാൻ ആരോട് ചോദിച്ചു? ഫാത്തിമ ബീവിയോട് ചോദിച്ചു. നിങ്ങളോട് എന്തോ രഹസ്യം പറഞ്ഞല്ലോ, എന്തേ ആ രഹസ്യം എന്ന് ചോദിച്ചു. ഇത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും സ്വഹീഹായി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫഖാലത്ത്, ഫാത്തിമ ബീവി പറഞ്ഞു, മാ ഉരീദു അൻ ഉഫ്ശിയ സിർറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ കുൻതു ല ഉഫ്ശിയ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറഞ്ഞ രഹസ്യം പറയാൻ എനിക്ക് പാടില്ല, അതുകൊണ്ട് ഞാനത് പറയില്ലായിരുന്നു. മനസ്സിലായില്ല? ആയിഷ ബീവി ചോദിച്ചു. ആരോട്? ഫാത്തിമ ബീവിയോട് ചോദിച്ചു. അപ്പൊ ഫാത്തിമ ബീവി പറഞ്ഞില്ല, മാ കുൻതു ല ഉഫ്ശിയ സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞ രഹസ്യം പിന്നെ എനിക്ക് ഒഴിവാക്കി പറയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടൂല, പറയില്ല എന്ന് പറഞ്ഞു. ഫലമ്മ തൂഫിയ, അങ്ങനെ റസൂൽ വഫാത്തായി. കുറെ കാലം കഴിഞ്ഞു, കുറച്ചു കാലം കഴിഞ്ഞു റസൂൽ വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുൽത്തു, അങ്ങനെ വഫാത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ആയിഷ ബീവി ഫാത്തിമ ബീവിയോട് ചോദിച്ചു, അല്ല ഫാത്തിമ, അന്ന് നിങ്ങളോട് രഹസ്യം പറഞ്ഞിരുന്നല്ലോ, എന്താണത്? അപ്പോൾ കാലത്ത് അവർ പറഞ്ഞു, അസംതു അലൈക ബിമാലി അലൈക മിനൽ ഹഖ് ലിമാ അഖ്ബർതനി, നിങ്ങളത് പറഞ്ഞേരി. ഞാൻ പറഞ്ഞു, ഒരു സത്യത്തിന്റെ ബന്ധം നമ്മൾ തമ്മിലുണ്ടല്ലോ, ആ ബന്ധം വെച്ച് ഞങ്ങളോട് പറയാണ്, എന്തിരുന്നു എന്നാ റസൂൽ പറഞ്ഞേ രഹസ്യം. അപ്പോൾ കാലത്ത്, അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, അമൽ അനഫന, ആയിക്കോട്ടെ, ഇപ്പൊ ഇനി പറയുന്നതിന് തെറ്റില്ല, ഞാൻ പറഞ്ഞുതരാം. അമ്മ എന്നെ സറനി ഫിൽ അംരിൽ അവലി, ഒന്നാമത്തെ സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞ രഹസ്യം, ഫൈനു അഖ്ബറനി, റസൂൽ എന്നോട് ആദ്യം ഞാൻ വന്ന് കയറിയ ഉടനെ തന്നെ പറഞ്ഞു, അന്ന ജിബ്രീൽ കാന യുആരിദുനി ബിൽ ഖുർആനി കുല്ല സനത്തിൻ മറ, ഖുർആൻ മൊത്തം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയ ആയത്തെല്ലാം കൊല്ലത്തിൽ ഒരിക്കൽ റമളാനിൽ വന്ന് ഒരു വട്ടൊന്ന് ഓതി കൊടുക്കൽ പതിവുണ്ട്. വൈനു ആരിദുനി ബിഹി അൽ ആമ മറത്തൈനി, ഇക്കൊല്ലം ജിബ്രീൽ എൻ്റെ അടുത്ത് 2 വട്ടം വന്നിട്ടുണ്ട്, മൊത്തം ഒന്ന് ഓതി തരാൻ വേണ്ടി 2 വട്ടം വന്നിട്ടുണ്ട്. വലാ അറ അൽ അജല ഖദ് ഇഖ്തറബ, എന്റെ സമയം അടുത്തു എന്നാണ് മനസ്സിലാവുന്നത് എന്നാണ് റസൂൽ ആദ്യമായി എന്നോട് പറഞ്ഞ രഹസ്യം. അപ്പോഴാണ് ഞാൻ കരഞ്ഞ്, ഞാൻ മരിക്കാനായിട്ടുണ്ട്, ഞാൻ പോവാണ്, ഞാൻ അടുത്ത് തന്നെ ഭൂമിയിൽ നിന്ന് വിട്ടു വരും എന്ന രഹസ്യമാണ് റസൂൽ എന്നോട് പറഞ്ഞത്. അതിനാണ് ഞാൻ പൊട്ടിക്കരഞ്ഞത്. ഫത്തഖില്ലാഹ വസ്ബിരി, ഈ പഠിച്ചവനെ പേടിച്ച് ജീവിക്കണം കേട്ടോ, ക്ഷമിച്ച് ജീവിക്കണം കേട്ടോ എന്നും എന്നോട് ആ സംസാരത്തിൽ, ഞാൻ മരിക്കും, ഈ പഠിച്ചവനെ പേടിച്ച് തന്നെ എനിക്ക് ജീവിക്കണം കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ കരഞ്ഞതാണ്. റസൂലുള്ളാഹി എന്റെ ദുഃഖവും എന്റെ കരച്ചിലൊക്കെ കണ്ടപ്പോ സാറാനി മറത്തൻ സാനിയ, രണ്ടാമത്തെ രഹസ്യം കൂടെ എന്നോട് പറഞ്ഞു. അതെന്താ? രണ്ടാമത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞ രഹസ്യം, യാ മാ ഫാത്തിമ ലാ തർലീന അൻ തകൂനി സയ്യിദത നിസാഇ അഹ്ലിൽ ജന്ന ഔ സയ്യിദത നിസാഇൽ മുഅ്മിനീൻ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് നിന്നെയായിട്ടാണ് അല്ലാഹു നിശ്ചയിച്ചത് എന്നാണ് എന്റെ ദുഃഖം കണ്ട റസൂലുള്ളാഹി രണ്ടാമത്തെ രഹസ്യം എന്നോട് പറഞ്ഞു. സ്വർഗത്തിലെ നേതാവ് അല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ ആളുകളെ നേതാവ് നിന്നെയായിട്ടാണ് അല്ലാഹു തആല നിശ്ചയിച്ചത് എന്ന് എന്നോട് പറഞ്ഞു. ഫളഹിഖ്തു, അപ്പോൾ ഞാൻ ചിരിച്ചു എന്ന് ഫാത്തിമ ഉറക്കപ്പറ. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അപ്പോഴാണ് ഞാൻ ചിരിച്ചത്. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവായി അള്ളാഹു നിന്നെ നിശ്ചയിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങളുടെ നേതാവായി അള്ളാഹു നിന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന്. അഖബലത്ത് ഫാത്തിമ തംശി കഅന്ന മശിയതഹാ മശിയതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല മർഹബ ബിമിനതി വഅജ്ലസഹാ അൻ അമീനിഹി ഔ യസാരിഹി ഫഅസ്റ ഇലൈഹാ ഫബക്കത് ثم أسر إليها فضحكت فقلت ما رأيتك اليوم حزنا اقترب من فرح بما أسر إليك رسول الله صلى الله عليه وسلم ما كنت لا أفشي سره فلما قبل سألتها إن جبريل كأن
كان يأتيني فيعاذني بالقرآن مرة وإنه أتاني العام فعارضني به مرتين ولا أرى أجلي قد حضر ونعم السلام أن لك وإنك أول أهل ആ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ആ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു. അപ്പോഴും കൂടി ഞാൻ ചിരിക്കാനുള്ള രണ്ടാമത്തെ കാരണമാണ് എന്ത്? എന്റെ കുടുംബത്തിൽ ഞാൻ മരിച്ചാൽ ആദ്യമായി എന്നിലേക്ക് ചേരുന്ന ആൾ നീ ആയിരിക്കും എന്നോട് പറഞ്ഞു. അതാണ് ചിരിക്കാനുള്ള ഒരു കാര്യം. റസൂലുള്ളാഹി വഫാത്തായാൽ ആദ്യം മരിക്കാൻ പറ. ഫാത്തിമ 29-ാമത്തെ വയസ്സിൽ മരിച്ചു. 29-ാമത്തെ വയസ്സിൽ മരിച്ചു. 29-ാമത്തെ വയസ്സിൽ മരിച്ചു. മരിക്കാനുള്ള കാരണം മഹബ്ബത്തു റസൂലില്ലാഹ്. മരിക്കാൻ കാരണം റസൂലുള്ളാഹിനോടുള്ള പ്രേമം. അതന്നെ ഐലന്തീനായി മരിച്ചു. ഐലന്തീനായി ആര് വഫാത്തായി? റസൂലുള്ളാഹി വഫാത്തായി. അതിൽ ആ മരണം ഫാത്തിമയുടെ പേര് ഷഹീദത്തുൽ ഇഷ്ഖ് എന്നാണ്. പ്രേമത്തിന്റെ രക്തസാക്ഷി. ഷഹീദത്തുൽ ഇഷ്ഖ്, പ്രേമത്തിന്റെ രക്തസാക്ഷി. ആരോട്? മുത്തുനബിയോട്. ഫാത്തിമ ബീവി റസൂലുള്ളാഹി വഫാത്തായി ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ എന്റെ വീട്ടിലേക്ക് ആയിഷ ബീവി പറയും, എന്റെ വീട്ടിലേക്ക് പോകും. എന്റെ വീട്ടിലാണല്ലോ ആര് വഫാത്തായി കിടക്കുന്നത്. ആരുടെ ഖബർ? ആരുടെ ഖബർ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആയിഷ ബീവിയുടെ വീട്ടിലാണ് ഖബർ ഷരീഫ് ഉള്ളത്. ആ ഖബറിന്റെ അടുത്തേക്ക് വന്നു മഹദിയായ ഫാത്തിമ. അതായത് റസൂലുള്ളാഹിനെ ഖബറിൽ അടക്കം ചെയ്ത ചില്ലറ ദിവസം കഴിഞ്ഞിട്ട് നേരെ ഖബറിന്റെ അടുത്തേക്ക് വന്നു. ആര്? ഫാത്തിമ ബീവി. പിന്നെ ഖബറിന്മേൽ കൂടിയാണ് വീണു. പിന്നെ ഖബർ ഷരീഫിൽ നിന്ന് ഒരൽപ്പം മണ്ണെടുത്തു. തബഖാത്തുൽ കുബ്രയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി വഫാത്തായി ചില്ലറ ദിവസം കഴിഞ്ഞിട്ട് ഖബറിന്റെ ആ മുറിയിലേക്ക്, ആരുടെ വീടാണത്? ആയിഷ. അവിടേക്ക് വന്നു ആര്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. നിങ്ങളോട് ഞാൻ പറഞ്ഞു മരണകാരണം എന്താണ്? പ്രേമം. ആരോടുള്ള? റസൂലുള്ളാഹിയുള്ള. ഷഹീദത്തുൽ ഇഷ്ഖാണ്, പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ്. ആര്? ഫാത്തിമ. മറക്കരുത്. പ്രേമത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാ? അവ്വലു ഷഹീദത്തുൽ ഇഷ്ഖ്, പ്രേമത്തിൽ മരിച്ചുപോയ ഒരുപാട് ആളുണ്ട്. പ്രേമത്തിന്റെ രക്തസാക്ഷിയാ. പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ് ബസുലിമാമ്. പ്രേമത്തിന് കരഞ്ഞ് ഇപ്പോൾ കണ്ണുനീരില് രക്തം കയലരാൻ തുടങ്ങി എന്ന് പറഞ്ഞു. പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ്. ആര്? മുസ്ലിമാവ്. പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ്. ബിലാൽ പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ്. ലോകത്ത് ഒരുപാടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ പ്രേമത്തിന്റെ രക്തസാക്ഷികൾ എന്നൊരു വിഷയം പറയും. പിന്നീട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തന്ന. പ്രേമത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. സിദ്ദീഖുൽ അക്ബർ പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ്. ബിലാൽ പ്രേമത്തിന്റെ രക്തസാക്ഷി. കരളിങ്ങനെ കരിഞ്ഞ് മണക്കുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ ഒക്കെ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പ്രേമം കൊണ്ട് ആരോടുള്ള പ്രേമം? മുത്തുനബിയോടുള്ള പ്രേമം റളിയല്ലാഹു അൻഹ. അൽ അവ്വലു ഷഹീദത്തുൽ ഇഷ്ഖ്, രക്തസാക്ഷിയാണ് ഫാത്തിമ. വഫാത്തായി ചില്ലറ ദിവസം കഴിഞ്ഞു. റസൂലുള്ളാഹിയുടെ ഖബർ ഷരീഫിന്റെ ഭാഗത്തേക്ക് വന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഖബറിന്റെ അടുത്തേക്ക് കയറി ഫാത്തിമ റളിയല്ലാഹു അൻഹ. പിന്നെ ഖബറിലേക്ക് വീണു. ഖബറിലേക്കാണ് വീണു ഹബീബായ റസൂലുള്ളാഹിന്റെ ഖബറിലെ. എന്നിട്ട് ഖബറിലൂടെ വീണു. അതിന്റെ മേലെ കൂടെ വീണു. പിന്നെ ഖബർ ഷരീഫിന്റെ മണ്ണിൽ നിന്ന്, ഖബറിന്റെ പുറത്തുള്ള മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി ഫാത്തിമ ആ മണ്ണിനെ വെച്ചു. തന്റെ രണ്ട് കണ്ണിന്റെ മേലും റസൂലുള്ളാഹിയുടെ ഖബറിന്റെ മുകളിലുള്ള മണ്ണിനെ വെച്ചു. എന്നിട്ട് കരയാൻ തുടങ്ങി ഫാത്തിമ. പിന്നെ ബൈത്ത് ചൊല്ലുകയും ചെയ്തു.
തുർബാത അഹ്മദി അല്ലാ യശുമ്മ മദ സമാനി ഗവാലിയാ സുബ്ബത അലയ്യ മസായിബുൻ ലൗ അന്നഹാ സുബ്ബത അലൽ അയ്യാമി സിർന ലയാലിയാ മദ അലാ മൻ ശമ്മ തുർബാത് അഹ്മദി അല്ലാ യശുമ്മ മദ സമാനി ഗവാലിയാ. ഈ മണ്ണ് ചുംബിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ, ഇതിനേക്കാൾ വിലപിടിപ്പുള്ള ഒരു സാധനം നിങ്ങൾക്ക് ചുംബിക്കാനോ ആസ്വദിക്കാനോ കഴിയുകയില്ല. ഖബറിന്റെ പുറത്തുള്ള മണ്ണ് കണ്ണിന്മേൽ വെച്ചിട്ട് പാട്ട് പാടിയതാണ്. ആര്? صبت على الأيام صرنا لياليا صبت على الأيام صرنا لياليا. എന്റെ ബാപ്പ മരിച്ചപ്പോൾ എന്റെ മേൽ മുസീബത്ത് വന്നു കൂടിയിരിക്കുന്നു. ഏത് വിധത്തിലുള്ള മുസീബത്ത് എന്നോ, ആ മുസീബത്ത് മനോഹരമായ പ്രശോഭിതമായ പകലിന്റെ മേൽ ചൊരിഞ്ഞിരുന്നുവെങ്കിൽ ആ സെക്കൻഡിൽ ആ പകൽ ഇരുളുള്ള രാത്രിയായി മാറിയിരുന്നു. എന്റെ മേൽ ചൊരിക്കപ്പെട്ടിരിക്കുന്നു മുസീബത്തുകൾ. ആ മുസീബത്തുകളെങ്ങാനും പ്രശോഭിതമായ പച്ചപ്പകലിന്റെ മേലാണ് ചൊരിക്കപ്പെട്ടതെങ്കിൽ ആ പച്ചപ്പകൽ ഒരു സെക്കൻഡ് കൊണ്ട് നട്ടപ്പാതിരയായി മാറിയിരുന്നല്ലോ. ഷഹീദത്തുൽ ഇഷ്ഖ്, പ്രേമത്തിന്റെ രക്തസാക്ഷി. ആര്? അല്ലാഹു തആല. ഇവര് വിളിച്ച് നമുക്ക് നിലനിർത്തി തരട്ടെ. അലാ മൻ ശമ്മ തുർബത അഹ്മദി അല്ലാ യശുമ്മ മദ സമാനി ഖവാലിയാ സുബ്ബത അലാ മൻ സുബ്ബത അലയ്യ മസായിബുൻ ലൗ അന്നഹാ സുബ്ബത അലൽ അയ്യാമി സുന്ന ലയാലിയാ. ഫാത്തിമ ബീവി ഉണ്ടാക്കിയ കവിതയാണിത്. പൊട്ടി കരഞ്ഞ് തങ്ങളുടെ ഖബർ ശരീഫിന്റെ മേൽ വീണു. പിന്നെ ഖബറിന്റെ മണ്ണെടുത്തിട്ട് തന്റെ കണ്ണിൽ വെക്കുകയും പൊട്ടിക്കരഞ്ഞിട്ട് ഹബീബിന്റെ ഖബറും പുറത്ത് കിടന്ന് പാടിയ ബൈത്താണിതിൽ. സുബ്ബത്ത് അലൽ അലയ്യ മസായിബുൻ ലൗ അന്നഹാ സുബ്ബത്ത് അലൽ അയ്യാമി സിർന ലയാലിയാ. അതിൽ രോഗം വന്നു, ആ രോഗത്തിൽ മരിച്ചു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആറാമത്തെ മാസം റബീഉൽ അവ്വലിൽ മുത്തനബി വഫാത്തായി. റമളാനിൽ ഫാത്തിമ ബി വഫാത്തായി. അവൻ വിഷയം നമ്മൾ പിന്നെ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂൽ തിങ്കളാഴ്ച വഫാത്തായി. തിങ്കളാഴ്ച റസൂൽ വഫാത്തായ ദിവസം ചൊവ്വാഴ്ച ആരും വഫാത്തായി. ആയിഷ ഫാത്തിമ ബി ചൊവ്വാഴ്ച വഫാത്തായി. റസൂൽ തിങ്കളാഴ്ചയും ഫാത്തിമ ബീവി ചൊവ്വാഴ്ചയും. റസൂൽ റബീഉൽ അവ്വലിൽ തൊട്ട റമളാനിൽ ആര്? 29ാമത്തെ വയസ്സ്. അലി ബിൻ അബി താലിബ് വേറെ കല്യാണം കഴിച്ചില്ല. ആര് മരിക്കുന്നത് വരെ. പിന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്. മരിക്കുമ്പോൾ 4 പെണ്ണുങ്ങളുണ്ട്. ആര് മരിക്കുമ്പോൾ അതിനുള്ളവന് 4 ഭാര്യമാരുണ്ട്. പിന്നെ 4 ഭാര്യമാരില്ലാത്തൊരു സമയം ഉണ്ടായിട്ടല്ല. ആര് മരിച്ചിട്ട് ഫാത്തിമ ബീവി മരിക്കണ അന്നങ്ങിയിട്ടില്ല. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ഫീ വജഇൻ ലഹാ സോക്കട എന്ന് പറഞ്ഞപ്പോൾ സന്ദർശിക്കാൻ വേണ്ടി വന്നു. ഫഖാൽ യാ ബനയ്യ കൈഫ തജ്ദീനകി, എങ്ങനെയുണ്ട് മോളെ, എന്റെ സോക്കടൊക്കെ എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടി ചെന്നു. കാലത്ത് എങ്ങനെയുണ്ട് മോളെ സോക്കട കൂടാണ് വാപ്പ. ഇവിടെ ഒരു മനുഷ്യന് കഴിക്കാവുന്ന ഒരു സാധനം, എനിക്കും എന്റെ കുട്ടിയൊക്കെ കഴിക്കാവുന്ന ഒരു സാധനം വീട്ടിലില്ല. അതുകൊണ്ട് അതും കൂടി ആലോചിച്ചിട്ട് എനിക്ക് സോക്കട കൂടാണ് വാപ്പ. നിനക്ക് സയ്യിദത്തു നിസാഇൽ ആലമീൻ, ലോകത്തെ ഏറ്റവും വലിയ പെണ്ണായിട്ടും മഹദിയായിട്ടും അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എനിക്ക് എന്റെ ബേജാറ്. ആയിഷ ഫാത്തിമ ഞാൻ ചോദിച്ചു അയിന മറിയം യാ റസൂലല്ലാഹ്. അപ്പൊ മറിയം എവിടെയാണ്? അപ്പോൾ പറഞ്ഞു മറിയമ്മിന്റെ ലോകത്ത് നേതാവാണ്. നീ ലോകത്തെ മൊത്തം സമൂഹത്തിനും അവരുടെ ആലമീനയിൽ അവർ നേതാവാണ്. നീ എന്റെ അപ്പുറത്തെ ആലമീനയിൽ നേതാവാണ്. മറിയം മുസ്തഫ നബിയുടെ ഭാര്യയാണ്. ഇത് മുസ്തഫ നബിന്റെ കരളിന്റെ കഷ്ണമാണ്. ആര്? മുറിച്ചാ മറിയുന്ന ബന്ധമാണ്. ആരിത്? ആ മറിയമ്മിന്. ഇത് കരളിന്റെ കഷ്ണം. സ്വർഗത്തിൽ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എന്റെ മോളെ ചുംബിക്കലാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഫാത്തിമ ഹസനത് ഫർജഹ ഫഹറമല്ലാഹു ദുനിയതഹ അലന്നാർ. ഫാത്തിമ അള്ളാന്റെ പൊരുത്തത്തിലാണ് ഫാത്തിമ ജീവിച്ചത്. അള്ളാന്റെ പൊരുത്തമല്ലാത്തൊരു പൊരുത്തം
ഒരർത്ഥവും ഫാത്തിമ ഉദ്ദേശിച്ചിട്ടില്ല റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഫഹറമല്ലാഹു ദുർരിയതഹാ അലന്നാർ. മുസ്തദ്റക്കിൽ ഈ ഹദീസ് ഉണ്ട്, ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കീമുണ്ടായ മതി. ഫഹറമല്ലാഹു ദുർരിയതഹാ അലന്നാർ. ഫാത്തിമയുടെ മക്കളെ അല്ലാഹു നരകത്തിന്റെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റഅയ്തു അഹദൻ അശ്ബഹ കലാമൻ ബികലാമി റസൂലില്ലാഹ്. നബി വർത്തമാനം പറയുന്നത് പോലെ വർത്തമാനം പറയുന്ന ഒരാള് ഫാത്തിമ ബീവിയെ പോലെ ഞാൻ കണ്ടിട്ടില്ല. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ മാ കാന അഹദുൻ അശ്ബഹ കലാമൻ ബികലാമി റസൂലില്ലാഹി മിൻ ഫാത്തിമ. വർത്തമാനം പറഞ്ഞ ആര് വർത്തമാനം പറയുമ്പോൾ തന്നെ കാനത് ഇദാ ദഖലത് അല നബി, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഫാത്തിമ ബീവി കയറി വന്നാൽ ഫസല്ലമത്ത് ഹബീ, അവര് സലാം പറയും റസൂലുള്ളാഹിക്ക്. അവര് വന്ന് കയറി വന്നാൽ മുത്തുനബി എണീറ്റ് നിൽക്കും. ഇദാ ദഖലത് അല നബിയിൽ മുസ്തഫ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഫാത്തിമ ബീവി കയറി വന്നാൽ ഫസല്ലമത്ത് സലാം പറയുകയും ചെയ്താൽ ഖാമൻ നബിയു ഇലൈഹാ, ഉടനെ എണീറ്റ് നിൽക്കുമാര് പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ കൈ പിടിക്കും പുണ്യ റസൂല്. വറഹബ ബിഹാ, എന്നിട്ട് സ്വാഗതം പറയും പുണ്യ റസൂല്. ഫഖബ്ബലഹാ, ആ കൈ പിടിച്ച് ചുംബിക്കും പുണ്യ റസൂല്. അതിന്റെ ബാക്കിയാണ് ഇന്ന് ലോക മുഅ്മിനീങ്ങൾ മുഴുവനും അഹ്ലുൽ ബൈത്തിനെ ചുംബിക്കും. ചോദ്യം ചോദിക്കണമല്ലോ കുറെ ആളുകൾ, അഹ്ലുൽ ബൈത്തിനെ ചുംബിക്കുന്നതിന് തെളിവെന്താ? ഇവരെ ഉമ്മുൽ മഹദിയായ ഫാത്തിമ കയറി വന്നാൽ ആ കൈ പിടിച്ച് ചുംബിക്കും ആര്? പുണ്യ മുഹമ്മദ് മുസ്തഫ. ഉമ്മിനെ ചിന്തിക്കണം. എണീറ്റുക്കും, എന്നിട്ട് കൈ പിടിക്കും, എന്നിട്ട് സ്വാഗതം പറയും, എന്നിട്ട് ചുംബിക്കും. ഇന്നും അങ്ങനെയാണല്ലോ. ചെറിയൊരു കുട്ടിയാണെങ്കിലും എന്ത് ചെയ്യും? മുഅ്മിനീങ്ങൾ ആ കുട്ടീനെ പിടിച്ച് ചുംബിക്കും. ആ കൈയോട് ചുംബിക്കൂലേ? പറ, അഹ്ലുൽ ബൈത്ത് നമ്മൾ ചുംബിക്കണ എന്താ? അവരമ്മാനെ ആര് ചുംബിച്ചിട്ടുണ്ട്? ആ കൈ ആര് ചുംബിച്ച്? പറ, ആര് ചുംബിച്ച്? മുത്ത് മുഹമ്മദ് മുസ്തഫ. വകാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ അടുത്തേക്ക് കയറി ചെന്നാലോ ഈ പറഞ്ഞ പണി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ആര് വന്നാല് ഫാത്തിമ ബീവി വന്നാ റസൂലുള്ളാഹി അങ്ങനെ കേട്ട ഇനി തിരിച്ച് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്കോ ഫാത്തിമ ബീവിയുടെ മജ്ലിസിലേക്കോ ഹബീബായ നബി ചെന്നാലോ ഫഅലത ബിഹി മിഥ്ല ഫഅലിഹി ബിഇയാ, ഹബീബായ നബി അവരെ കൊണ്ട് എങ്ങനെ ചെയ്തോ അങ്ങനെ തന്നെയാണ് അവര് നബിയെ കൊണ്ട് ചെയ്യാറുള്ളത്. ഹബീബായ നബി കയറി വന്നാൽ വേഗം ഫാത്തിമ ബീവി എന്ത് ചെയ്യും? എണീറ്റിക്കും, എന്നിട്ട് സ്വാഗതം പറയും, എന്നിട്ട് ആ കൈ പിടിച്ച് ചുംബിക്കും. അങ്ങനെ തന്നെയാണ് അവരുള്ളത്. ഇത് മുസ്തദ്റക്കിൽ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഖുൽതു ലി ഉമ്മി, ഒരിക്കൽ ഞാൻ എൻ്റെ അമ്മാനോട് ചോദിച്ച്, എൻ്റെ അമ്മാനോട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമ്മ സിഫീലി അൻ ബിനത്തി റസൂലില്ലാഹ് ഫാത്തിമ ബീവിനെ പറ്റി ഒന്ന് പറഞ്ഞു തരും നിങ്ങൾ, എങ്ങനെ ഉണ്ടായിരുന്നു ഫാത്തിമ ബീവി? മൂടുപടത്തിന്റെ ഉള്ളിൽ താമസിക്കുന്നവരല്ലേ, അപ്പോ അവരൊന്നും ആണുങ്ങൾ അറിയില്ലല്ലോ. സിഫീലി ഹബീബായ റസൂലുള്ളാഹിയുടെ മോളായ ഫാത്തിമ ബീവി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറയാണ്, യാ ബുനയ്യ അസ്ബഹന്നാസ് ബിസ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ പോലെയുണ്ട്. കഅന്നഹൽ ഖമറു ലൈലത്തൽ ബദ്രി കഅന്നഹ ശംസു ത്വാലിഅ. ചന്ദ്രനെ കണ്ടാ ഈ വിചാരിക്കും ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നതിനേക്കാൾ ചൊറുക്കുണ്ട്. സൂര്യനെ കണ്ടാ ഈ പകലാണെങ്കിൽ വിചാരിക്കും സൂര്യനേക്കാൾ ചൊറുക്കുണ്ട്. ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്. അൻ ഇംറാൻ ഇബ്നു ദീനാർ അന്ന ഫാത്തിമ, കേട്ടോ, ഹില്ലത്തിൽ അബൂ നഈം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തബഖാത്തിൽ ഇബ്നു സഅദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, യാത്ര രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന ഫാത്തിമ ലം തൽഹഖ് ബഅദ നബി സല്ലല്ലാഹു ഹബീബ് വഫാത്തായിട്ട് പിന്നെ ഫാത്തിമ ചിരിച്ചിട്ടില്ല. ലം തൽഹഖ് അന്ന ഫാത്തിമ ബീവി ലം തൽഹഖ് ബഅദ വഫാത്തി നബി മുസ്തഫ നബി വഫാത്തായിട്ട് പിന്നെ ഫാത്തിമ ബീവി ചിരിച്ചിട്ടേ ഇല്ല. ഹത്താ ഖുബിലത്ത്, അങ്ങനെ മരിച്ചുപോയി. പിന്നെ ചിരിച്ചിട്ടില്ല. ആര്? 6 മാസം ചിരിച്ചിട്ടേ ഇല്ല. لما لحقها من شدة الحزن على أبيها من شدة الحزن, വല്ലാത്ത ദുഃഖം. ആരോടെ കുറിച്ചുള്ള? അവർക്ക് പറ, ആരെ കുറിച്ചുള്ള? പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ
വല്ലാത്ത ദുഃഖം, പുണ്യ റസൂലിനോടുള്ള ദുഃഖം. عن عمران بن دينار ان فاطمه لم تضحك بعد النبي حتى قبلت لما لاحقها من شدة الحزن على أبيها. لما لاحقها അവരോട് ചേർന്ന് പോയി من شدة الحزن കഠിനമായ ദുഃഖം على رسول الله പുണ്യ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ 6 മാസം ഒപ്പിച്ചു, രോഗിയായി കിടന്ന് അങ്ങനെ ഒപ്പിച്ചു, അങ്ങനെ മരിച്ചു. അതെന്നെ മരണകാരണം, അതെന്നെ മരണകാരണം. മരിച്ചപ്പോൾ തന്നെ വസിയത്തുണ്ടായിരുന്നു, രാത്രി തന്നെ മറവ് ചെയ്തു. ആരെ മരിച്ച നേരെ വൈകി പെട്ടെന്ന് അറിയണമെന്ന് അറിഞ്ഞിരുന്നു. അങ്ങനെ ദുഫിനത്തിൽ ബക്കയായി, ജന്നത്തിൽ ബക്കയിൽ മറവ് ചെയ്തു. ലൈലൻ, രാത്രി തന്നെ. അബ്ബാസ് ഇമാമത്തുന്നു ആര്? അബ്ബാസ് റളിയല്ലാഹു. പിന്നീട് മരണം ഞാൻ പിന്നീട് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിച്ചോളെ കുട്ടികളെ. ഇതാണ് മോമിനീങ്ങളെ മഷ്റബ്. മോമിനീങ്ങൾ ഈമാൻ കുടിക്കണ വഴി ഇതാണ്. ഈ വഴിയിൽ കടന്നാൽ എന്താവും? ഈമാൻ ഇങ്ങനെ കുടിക്കാൻ കഴിയും. ഇവിടേക്ക് ഈമാൻ കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരെ കോന്തലമ പിടിച്ച് രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഇമാം ഷാഫി തങ്ങളൊക്കെ എന്ത് പറഞ്ഞത്? ഷാഫി ഇമാമ് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചപ്പോൾ അക്കാലത്തെ ജനങ്ങളൊക്കെ പറഞ്ഞു ഷാഫി ഇമാമ് ലേശം എന്തുവാണ് ചെയ്യണം. അപ്പോൾ പറഞ്ഞു അതെ അതെ ഞാൻ ഷിയ തന്നെയാണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചവരൊക്കെ, ഫാത്തിമാവിന്റെ മക്കളെ സ്നേഹിച്ചവരൊക്കെ ഷിയാണെങ്കിൽ ഞാൻ ആരെന്നെയാണ്? ഷിയാണെന്ന് ഇമാമിനെ ശാഫിഈ. നബി ഹുജൈഫ അൻ അലി ഖാല ഖാല റസൂലുള്ളാഹ്. അഹ്മദ് ബിൻ ഹംബൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കേട്ടോളൂ. ഇദാ കാന യൗമുൽ ഖിയാമ, അന്ത്യനാളായി കഴിഞ്ഞാൽ നാദാമുനാദിൻ ഒരു വിളിച്ചു പറയും യാ അഹ്ലൽ ജമ്മി, ഒരുമിച്ച് നിൽക്കുന്നവരെ, ഒന്ന് കണ്ണ് പൂട്ടി നിൽക്കുവീൻ. അൻ ഫാത്തിമ ബിൻതി മുഹമ്മദിൻ ഒന്ന് കേട്ടടാ മോനെ ഈ ഹദീസ്. പഠിച്ചോനെ ആ കൂട്ടത്തിൽ അടുത്ത ആൾ കിടക്കുന്നതിൽ നമ്മൾ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. പഠിച്ചോനെ എന്താ ഹദീസ്, എന്താ നിങ്ങൾ കേട്ടോളി മുസ്ലിമീങ്ങളെ, എന്താ ഹദീസ്? നബി ജുഹൈഫ അൻ അലിഹിൻ ഇദാ കാന യൗമുൽ ഖിയാമ, അന്ത്യനാളായി കഴിഞ്ഞാൽ നാദാമുനാദിൻ ഒരു വിളിച്ചു പറയുന്ന ആൾ മഹ്ശറ വൻസബയിൽ വിളിച്ചു പറയും യാ അഹ്ലൽ ജംഇ, ഒരുമിച്ച് കൂടിയ കോടാന ജനങ്ങളെ, അബ്സാറക്കും നിങ്ങളൊന്ന് കണ്ണ് പൂട്ടി നിൽക്കുവീൻ. അൻ ഫാത്തിമ ബിൻതി മുഹമ്മദ് ഇതാ ലോകസുന്ദരിയായ അള്ളാഹുവിന്റെ അടിമകളിലെ ഏറ്റവും മഹാനായ പുണ്യ റസൂലിന്റെ പൊന്നുമോൾ സിറാത്ത് പാലം കിടക്കാൻ വരുന്നുണ്ട്. അവര് കിടക്കാൻ കഴിയൂല. സൗന്ദര്യധാമമായ ഫാത്തിമ വരുന്നുണ്ട്. ഒന്ന് കണ്ണ് പൂട്ടി നിൽക്കുവീൻ. ജനങ്ങളെ, കോടാനക്കോടി ജനങ്ങളെ, കണ്ണ് പൂട്ടി നിൽക്കുവീൻ. ഫാത്തിമ ബിൻതി മുഹമ്മദ് മുസ്തഫാന്റെ പൊന്നുമോള്, ലോകത്തെ ഏറ്റവും വലിയ പൂങ്കുയിലായ, ലോകത്തെ സൗന്ദര്യധാമമായ, അഴകിന്റെ അഴകായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പൊന്നുമോളായ ഫാത്തിമ വരുന്നുണ്ട്. ഫാത്തിമ സിറാത്ത് കാലം കഴിഞ്ഞ് പോകുന്നത് വരെ ഇലൽ ജന്ന, ഫാത്തിമ സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം കഴിഞ്ഞ് പോകുന്നത് വരെ ഒന്ന് കണ്ണു പൂട്ടി നിൽക്കുകയെന്ന് നാദാമുനാദിൻ ഒരു വിളിച്ചു പറയും. അതിന്റെ തൊട്ടടുത്ത് പോകാൻ കാത്തു നിൽക്കുന്നവരിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അന്നബി അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, തന്നെ അബൂ അയ്യൂബ് വേറെ ഹദീസ് മജ്മുഅ സവായിദിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഉസൂലുൽ ആബിയിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നൂറുൽ സാറിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും അബൂ അയ്യൂബ് അൻസാരിയാണ് റിപ്പോർട്ടർ. അവരെ വീട്ടിന്റെ മുറ്റത്താണല്ലോ ഒട്ടകം മുട്ടുകുത്തിയത്, മനസ്സിലായില്ലേ? അവരാണ് റിപ്പോർട്ടർ. എന്താ പറയുന്നത്? ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ജമഅല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദിൻ, ഒരു മൈദാനിൽ ആദ്യകാലക്കാരെയും അവസാനകാലക്കാരെയും എല്ലാരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടും. പിന്നെ അർശിന്റെ ഭാഗത്ത് നിന്ന്, ഏരിയയിൽ നിന്ന് ഒരാളിങ്ങനെ വിളിച്ചു പറയും, എന്താ അന്നൽ ജലീല ജല്ല ജലാലു, ഏറ്റവും വളർമയുള്ളവൻ അല്ലാഹുവാണ്. യഖൂലു, അവൻ പറയുന്നുണ്ട്, നക്കിസൂറൂസക്കും, ഒന്ന് തല താഴ്ത്തി നിന്നാളെ, വല്ലബസാറക്കും, ഒന്ന് കണ്ണുപൂട്ടി പിടിച്ചാളെ. എന്താ പറയാ? നക്കിസിയ മനുഷ്യന്മാരെ, ജമഅല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യകാലക്കാരെയും അവസാനകാലക്കാരെയും എല്ലാവരെയും ഒരു മൈതാനിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നിന്ന് അർശിന്റെ ഭാഗത്ത് നിന്ന് ഒരാള് വിളിച്ചു പറയും,
ഇന്നല്ലാഹ ജല്ല ജലാലുഹു യഖൂൽ, ജല്ല ജലാലായ അല്ലാഹ് പറയുന്നുണ്ട്, മനുഷ്യന്മാരെ നക്കിസൂ റൂസക്കും ഒന്ന് തല താഴ്ത്തി പിടിക്കുവീൻ, അബ്സാറക്കും ഒന്ന് കണ്ണി പൂട്ടി പിടിക്കുകയും ചെയ്യുവീൻ. ഇന്ന ഹാദിഹി ഫാത്തിമ ബിൻത് മുഹമ്മദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ് തുരീദു അൻ തമുറ അല സിറാത്ത്, ഫാത്തിമ കൊന്ന് സിറാത്ത് കടക്കണം. ഒരു സെക്കൻഡ് ഒന്ന് കണ്ണോട്ട് പിടിച്ചാൽ എന്ന് പറയുന്നു. അല്ലാഹ് പടച്ചവനെ, എന്തായി കേൾക്കുന്നു റബ്ബേ റഹ്മാനെ. അല്ലാഹ് അത് കാണാനുള്ള ഭാഗ്യം അല്ലാഹ് നമുക്ക് തരട്ടെ. അവിടെ കൂടാനുള്ള ഭാഗ്യവും അടുത്തതായി പോകാനുള്ള ഭാഗ്യവും അവരെ മഹബത്ത് ചെയ്ത് രക്ഷപ്പെടാനുള്ള ഭാഗ്യവും അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നൂറുൽ അബ്സാർ വേറെ ഹദീസ് ഉണ്ട്. നബി സഈദ് അൻ നബി അന്നഹു ഫി സമായി ഫി മറ ഫി സമായി സാബിഅ, ഏഴാമത്തെ ആകാശത്തോടെ ഞാൻ നടന്നു നോക്കി. ആര് പറയാ? റസൂൽ പറയാ. فرأيت في آل مريم ولأم موسى ولآسيا ولخديجة قصورا من الياقوت جمع الله الأولين والآخرين في صعيد واحد ثم نادى منادي من بطون العرش أن الجليل جل جلاله يقول نكسوا رؤوسكم. പെണ്ണുങ്ങളാണ്ട് ഇറങ്ങി പോകുമ്പോ പറയുമല്ലോ, ആണുങ്ങൾ എന്ന് പറയുമല്ലോ, എല്ലാവരും നമ്മളെല്ലാവരും കൂടി ഒന്നാ തല തിന്നാളി പെണ്ണുങ്ങൾക്ക് ഒന്നാൾ പോകേണ്ടതുണ്ട് അല്ലേ എന്നതുപോലെ നമ്മളെല്ലാവരും മൈതാനിക്കല്ലേ. അപ്പൊ വിളിച്ചു പറഞ്ഞു, ഒരാള് വിളിച്ചു പറയും എല്ലാരോടും, അല്ലാഹു തആല ഇന്ന് തല ആട്ടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ പോകുന്നുണ്ട്, എവിടേക്ക്? അവരാൾ കയറി പോയിക്കോട്ടെ, എന്നിട്ട് തല ഒന്നിച്ചാൽ മതി. ആകാശത്തിന്റെ മുകളിലാകെ ഞാൻ മിഅ്റാജിന്റെ രാത്രി നടന്നു നോക്കി. ഞാൻ മറിയമിനും മൂസാന്റെ മൂസാ നബിയുടെ ഉമ്മാക്കും ആസിയ ബീവിക്കും ഖദീജക്കും എല്ലാം കോട്ടകൾ ഞാൻ കണ്ടു. ഖുസൂറൻ മിനൽ യാഖൂത്തി, ഒരു കോട്ട കണ്ടു. അത് ഞാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഖദീജയുടേതാണെന്ന് പറഞ്ഞു ജിബ്രീൽ. അതാരുടേതാ? അപ്പുറത്ത് വേറൊരു കോട്ട. അതാരുടേതാ? മാണിക്കക്കല്ലിന്റെ കൊട്ടാരം, രത്നത്തിന്റെ മാണിക്കക്കല്ലിന്റെ കൊട്ടാരം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു അതാരാ? ഒരു കോട്ട കണ്ടു. അതാരുടേതാ? അത് ഖദീജയുടേതാണ്. അടുത്തൊരു വലിയ മാണിക്കക്കല്ലിന്റെ കൊട്ടാരം, അതാരുടേതാ? ജിബ്രീൽ. അത് മറിയമിൻ്റെതാണ്. വേറെ അപ്പുറത്ത് വേറൊരു കൊട്ടാരം, അതാരുടേതാണ്? അത് യാർഹ ബീവിയുടേതാണ്, മൂസാ നബിയുടെ ഉമ്മയായ. മറ്റൊരപ്പുറത്ത് അത് ആസിയ ബീവിയുടേതാണ്. പിന്നെ ഞാനൊരു ഏരിയയിലേക്കാണ് കയറി നോക്കുമ്പോൾ എഴുപതോളം മനോഹരമായ യാക്കൂത്തിന്റെ രത്നത്തിന്റെ പ്രശോഭിതമായ മണിമണ്ണിരക്കോട്ടകൾ ഞാൻ കണ്ടു. 70 അതിമനോഹരമായ ഒന്നിനൊന്നിനൊന്നിന് മെച്ചപ്പെട്ട 70 മഹാകൊട്ടാരങ്ങൾ, മാണിക്ക കൊട്ടാരങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ജിബ്രീലിനോട് ചോദിച്ച്, ഒന്നിനൊന്ന് മെച്ചമായ 70ഓളം മാണിക്ക കൊട്ടാരങ്ങളല്ലേ നിങ്ങൾ കാണിച്ചത്? ലിമനാരി, ഈ 70ഓളം മാണിക്ക കൊട്ടാരങ്ങൾ ആരുടേതാണ്? ഫഖാല ജിബ്രീൽ ലിബ്നതിക യാ മുഹമ്മദ്, ലിബ്നതിക ഫാത്തിമ, ഇത് ഫാത്തിമ ബീവിയുടെ കൊട്ടാര കെട്ടുകളാണ് എന്ന് എന്നോട് ജിബ്രീൽ മറുപടി പറഞ്ഞു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നൂറുൽ അബ്സാർ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവര് ഹബീബിന്റെയും ഹബീബിന്റെ മക്കളുടെയും പ്രേമികളാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ക്ലാസ്സിലേക്ക് ദാനം ചെയ്യുന്ന ആളുകളുടെ രോഗം അല്ലാഹു ശിഫയാക്കട്ടെ. പ്രയാസം അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. മശഖത്തുകളെ അല്ലാഹു തആല ഒഴിവാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. ഖൈറും റഹ്മത്തും അല്ലാഹു തുറന്നു തരട്ടെ. അല്ലാഹു എല്ലാ നിലയിലും ഇസ്സത്തും പദവിയും നൽകട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. സിഹർ, ഐന്, ഇതിനെ തൊട്ടൊക്കെ അല്ലാഹു ഹസദ്, മറ്റും നിയമപരമായ അവരുടെ ഏർപ്പാടുകളിലും ബിസിനസ്സിനും വരാവുന്ന തടസ്സങ്ങൾ, ജോലിയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ അല്ലാഹു നീക്കി കൊടുക്കട്ടെ.